എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ രമണീനെ കുറിച്ച്. ഞാൻ ഇവിടെ വരുമ്പോൾ ഡോക്ടർ രമണി ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഡോക്ടർ രമണി വന്നത്. ഡോക്ടർ രാജകുമാരിയുടെ മാഡത്തിൻ്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് വെച്ചാൽ. അപ്പം എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു 2 ഡോക്ടേഴ്സാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കുഞ്ഞാണ് ഏറ്റവും അത്യാവശ്യം. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ രമണിയും കിനിസാറുമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ അബോർഷൻ ടെൻഡൻസി ഉള്ള ആളായിരുന്നു. 7ാം മാസം ഞാൻ ഡെലിവറി ആയി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോസ്പിറ്റലല്ല. അപ്പം നമ്മളൊരു ലീവ് എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് മേട്ടറിനും ഗൈനക്കോളജിസ്റ്റും പ്രഗ്നൻ്റ് ആണെങ്കിൽ അവർ സൈൻ വേണം. അപ്പോൾ ഒരു ഓണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ സ്റ്റാഫില്ല, മാഡത്തിൻ്റെ സൈൻ വേണമെന്ന് പറഞ്ഞ് ചെന്നതാണ്. അപ്പം എനിക്ക് 7 മാസം തുടങ്ങിയുള്ളൂ. അപ്പോൾ മാഡം നോക്കിയിട്ട് പറഞ്ഞ് ലീവ് തരാൻ പറ്റത്തില്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, ഡെലിവറി ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ച്. അത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല. മാഡത്തിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ട് ഞാൻ അഡ്മിറ്റായി. കുട്ടിക്ക് അനക്കില്ലാതെ വന്ന് പിറ്റേ ദിവസം തന്നെ സിസേറിയൻ ചെയ്തു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര വലിയ എമൗണ്ടാണ്, 1 lakh അഡ്വാൻസ് കൊടുക്കണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എൻ്റെ മോൻ എന്തോ ഭാഗ്യത്തിന് 2.5 വെയിറ്റ് ഉണ്ടായിരുന്നു, ന്യൂമോത്തറാക്സ് ആയിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു. എൻ്റെ എൻ്റെ കൊച്ചു ഡ്രെയിൻ ഇട്ടു. ഞാൻ പക്ഷേ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് ഞാൻ കണ്ടിട്ടേ ഉണ്ടായില്ല. 22 ദിവസം കഴിഞ്ഞാണ് എൻ്റെ കൊച്ചിനെ കാണുന്നത്. ഇവിടെ നിന്ന് ഉടനെ അന്നത്തെ സെക്രട്ടറി, മറക്കാൻ പറ്റത്തില്ല, TM ഷണൈസാറായിരുന്നു സെക്രട്ടറി. അവിടെ 1 ലക്ഷം രൂപ അഡ്വാൻസ് വെച്ചാൽ ന്യൂ ബോൺസിനെ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർ പിള്ളേർ ഡെത്തായി കഴിയുമ്പോഴേക്കും ആൾക്കാർ മുങ്ങും. എന്താണെന്ന് വെച്ചാൽ കള്ള അഡ്രസ്സാണ് കൊടുത്തത്. മെഡിക്കൽ സെൻ്ററിൽ പറഞ്ഞ് ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ച് പറയാതെ കൊച്ചിനെ എടുക്കാൻ പറ്റില്ലെന്ന്. അന്ന് ഞങ്ങൾക്ക് സുധീന്ദ്രന് ഫ്രീ ആണ് ട്രീറ്റ്മെൻറ്റ്. അത് പ്രത്യേകം പറയണം മാനേജ്മെൻറ്റിൻ്റെ. അതായത് ഡെലിവറി കൊച്ചുങ്ങളുടെ എല്ലാം ഫ്രീ ആണ് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ആ ഡെലിവറിക്ക് വേണ്ടി കുറച്ച് പൈസയൊക്കെ ഇവിടെ സേവ് ചെയ്ത് വെക്കും. നമ്മുടേതായ ഒരു ലാവിഷായിട്ടൊക്കെ ചെയ്യാമെന്നൊക്കെ ഓർത്ത് ചെയ്തിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്ന് TM സാർ അവിടെ വിളിച്ചു പറഞ്ഞ് അവർ അങ്ങനെ പോവില്ല, കൊച്ചിനെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 12 ദിവസം എൻ്റെ കൊച്ച് വെന്റിലേറ്ററിൽ കിടന്ന് ഇൻ്റർകോൺസെൻട്രേനോട് കൂടി തന്നെ സുധീന്ദ്രനിലേക്ക്. അന്നത്തെ മറക്കാൻ പറ്റാത്ത ലേബർ റൂം ടീമിനെ ഞാൻ എപ്പോഴും ഓർക്കും. മാഗി സിസ്റ്റർ പൊതുവെ ഇത്തിരി ഇതൊക്കെ ആയിരിക്കാം, പക്ഷേ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും സിസ്റ്റർ റിട്ടയർഡായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊതുവെ പുറത്ത് നമ്മളെങ്ങനെയാണെന്നല്ല, നമ്മുടെ അകത്ത് ഇത് ഞാനൊരു 9 വർഷം എൻ്റെ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നത് 90-ലാണ് വന്നത്. അറിയണമെങ്കിൽ ഞാൻ അത്രയും പ്രായ റിട്ടയർമെൻറ്റിൻ്റെ അടുത്തെത്തി. ആ 90-ൽ വന്നാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവിച്ചാണ് എൻ്റെ സുധീന്ദ്രയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മനോട് പറയണ പോലെ എല്ലാ സങ്കടങ്ങളും പറയാം. ഡിപ്പാർട്ട്മെൻറ്റ് മാറി, കൊച്ച് വലുതായി, കൊച്ച് 28 വയസ്സായി. എന്നാലും കിനിസാറിനോടും പറയാറുണ്ട്, മാഡത്തിനോടും വന്നതിന് ശേഷം പറയാറുണ്ട്. അവിടെ അന്ന് ലേബർ റൂമിൽ എന്ന് പറഞ്ഞാൽ രാത്രി 8 മണി വരെ എൻ്റെ കൊച്ച് വരുന്നവരെ ഡെയിലി ഡ്യൂട്ടിക്ക് പോകാതെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ നിന്ന് വെച്ച് കൊച്ചിനെ നോക്കാൻ വേണ്ടി. അത് മറക്കില്ല. പിന്നെ അന്നത്തെ ഒരു POP സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ വരുമ്പോൾ മാഡത്തിന് പൊതുവെ ടെൻഷനാണ്. അന്നെന്ന് പറഞ്ഞാൽ ഡോക്ടർ രമണി ഓർക്കുന്നുണ്ടാന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു ഹീമോഫീലിയ പേഷ്യൻ്റ് ഡെത്തായ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാത്തതാണ്. ഞാൻ ഇവിടെ വന്ന് പഠിച്ച ഞാനാണ്. പക്ഷേ നമ്മൾ ഈ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡറായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഡോക്ടേഴ്സിന് കൂടുതൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് അധികം അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിൽക്കുമ്പോൾ ഡോക്ടർ രാജകുമാരിയുടെ സർവൻ്റെ മോളായിട്ടായിരുന്നു ഇവിടെ വന്ന്. അവർ ഹസ്ബൻഡൊക്കെ അറിയാതെ കല്യാണമൊക്കെ കഴിച്ചതാണ്. ഈ അസുഖം പറയാതെ കെട്ടിച്ച. അന്ന് ഇവിടെ നമ്മൾ ഹീമോഫീലിയക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഫാക്ടറി റേറ്റ് കൊടുക്കണം. ആ സമയമോ ഞങ്ങളാണ് അതിൻ്റെ ലേബർ റൂമിലെ മെഡിസിനൊക്കെ വെക്കണം. അപ്പോൾ ഈ കുട്ടി വന്ന് ഇതൊന്നും പറയാതെ ഡെലിവറി ആയി, ബ്ലീഡിങ് ആയി. നമ്മളിവിടെ നിന്ന് അറ്റൻഡേഴ്സിന് വിട്ട് 15 കുപ്പി ബ്ലഡ് ഒക്കെ കൊടുക്കണം. മാഡം പാനിക്കായി. അവർ ഹോസ്പിറ്റലിൽ ഇതാക്കുമെന്നും പറഞ്ഞു. എന്നെ ലാസ്റ്റ് നൈറ്റായിരുന്നു. ഞാനപ്പോൾ ഇറങ്ങി. എനിക്ക് എന്തോ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ ഡെലിവറിക്ക്. നമ്മൾ റബ്ബർ ഷീറ്റ് വെച്ചാൽ ഒരിക്കലും മറക്കില്ല, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. മാഡം ആണെങ്കിൽ ഒരു ചുരിദാർ കിട്ടാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടേഴ്സ് റൂമിൽ ഇരുന്നിട്ട് വൈകുന്നേരം മാഡം വിഷമിക്കണ്ട. അങ്ങനെ അവരുടെ നെയ്ബറിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കുട്ടി ഇങ്ങനെ ചെറുതിൽ ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ട്. അപ്പം തന്നെ മാഡത്തിനോട് പറഞ്ഞ് നമ്മളതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരിക്കലും മാഡം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് പറയാറുണ്ട്. അങ്ങനെ കുറേ അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ഇത് നമുക്ക് മറക്കാൻ പറ്റില്ല. സുധീന്ദ്രയും മാഡം ഇവിടെ നിന്ന് ഗിനിസാറ് പോയിട്ടുണ്ടെങ്കിൽ സാറ് ഇടക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നും മാഡത്തിനോടും സുധീന്ദ്രയോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും, പഴയ പോയ സ്റ്റാഫിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഹോസ്പിറ്റലായിട്ട് തുടങ്ങി. ഇപ്പം നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. നമുക്ക് ആരോടും എപ്പോഴും ഫ്രീ ആയിട്ട് സംസാരിക്കാം. ആരുടെ മുമ്പിലും കയറണതിന് ഒരു ഇതില്ലാത്ത മാനേജ്മെൻറ്റാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡും ഇല്ല.
നമുക്ക് എല്ലാവരും പേടിയാണ്, എല്ലാവരും ചെന്ന് സംസാരിക്കാൻ പേടിയാണ്, കാര്യങ്ങൾ ഇതാകാനുള്ള ഇതുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ സാറിനോട് അല്ല, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയണേ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10-16 വയസ്സുള്ളപ്പോൾ വന്ന് കയറിയതല്ലേ. ആ ഒരു പ്രായം തുടങ്ങി ഇത്രയും പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീടാണെന്നുള്ള തോന്നലിൽ ഞാനാണെങ്കിലും ഇപ്പം മാഡത്തിനോട് എനിക്ക് ഇതില്ലാത്ത കാര്യം ഞാൻ അപ്പം തന്നെ വിളിച്ചു ചോദിക്കും, മാഡം എന്താ കുട്ടീനോട് അങ്ങനെ പറയാം, അല്ലെങ്കിൽ ആ റിസൾട്ട് എന്താണ് ഇല്ലേ. അതൊക്കെ അങ്ങനെ മാഡത്തിന് ഹെർട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അറ്റാച്ച്മെൻറ്റ്. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സാർ പറഞ്ഞ പോലെ സുധീന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് മാഡത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിലും കൂടി ഞാൻ ക്ഷമ പറയാണ്. പിന്നെ മാഡത്തിന് എല്ലാ ഇതും ഉണ്ടാവും. ഡാഫ്നെയൊക്കെ ഞാൻ ഒരിക്കലും മറക്കൂല. എന്താണെന്ന് വെച്ചാൽ ചെറുതായിരിക്കുമ്പോൾ മുറിയിലൊക്കെ കൊണ്ടുവരും നമ്മൾ ചെല്ലും. പിന്നെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറിയപ്പോൾ POPയിലോട്ടായപ്പോൾ എപ്പോഴും പോകാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ടാണ് പിന്നെ അതേ ഇത്. എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും. മറ്റുള്ളവരെ അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു സമാധാനം. അതായത് ഇപ്പോൾ സിന്ധു പറഞ്ഞ പോലെ അമ്മ, അച്ഛൻ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് അത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. നന്ദി, നമസ്കാരം.